ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടൈം 2 ആൻഡ് ടൈം 4. ടൈം 2 ഉപയോഗിക്കുമ്പോഴും ടൈം 4 ഉപയോഗിക്കുമ്പോഴും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാവും. അപ്പോൾ നമുക്ക് അത് നോക്കാം. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറില്ലേ, മീറ്റിങ്ങിന് സമയമായി, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സമയമായി. ഈ രണ്ട് സെൻറ്റൻസുകളും മലയാളത്തിൽ പറയുമ്പോൾ ചെറിയ വ്യത്യാസമില്ലേ? ആ ഒരു വ്യത്യാസം തന്നെയാണ് ടൈം 2 ആൻഡ് ടൈം 4 ഉപയോഗിക്കുമ്പോഴും ഉള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കാം. ടൈം 2 കഴിഞ്ഞിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്, ടൈം 4 കഴിഞ്ഞിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്, ഇതിലാണ് വ്യത്യാസം. ടൈം 2 കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു വേർബ് ആണ്. വേർബിൻ്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ബേസ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗോ പോകുക, റൺ ഓടുക, സിങ് പാടുക, ജംപ് ചാടുക, ഇതൊക്കെ ബേസ് ഫോംസ് ആണ്. ഇതുപോലെ ബേസ് ഫോം അല്ലെങ്കിൽ ഒരു വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ടൈം 2 കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ടൈം ടു ഗോ പോകാൻ സമയം, ടൈം ടു സിങ് പാടാനുള്ള സമയം, ടൈം ടു റൺ ഓടാനുള്ള സമയം, ടൈം ടു ലിസൺ ചെയ്യാനുള്ള ശ്രദ്ധിക്കാനുള്ള സമയം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ടൈം 2 കഴിഞ്ഞിട്ട് V1 ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ടൈം ടു ലീവ് എന്ന് പറഞ്ഞാൽ പോകാനുള്ള സമയമായി. ലീവ് എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇറ്റ് ഈസ് ടൈം ടു ലീവ്, ടൈം ടു ലീവ് എന്നത് ബേസ് ഫോം ആണ്. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ബ്രേക്ക്, ഇത് ബ്രേക്ക് എടുക്കാനുള്ള ഒരു സമയമാണ്. ടൈം ടു ടേക്ക് എന്ന ബേസ് ഫോം. ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക്. ഇറ്റ് ഈസ് ടൈം ടു ഹാവ് ഫൺ, ആസ്വദിക്കാനുള്ള ഒരു സമയമാണ്. ഫൺ അതിനുള്ള ഒരു സമയമാണ്. ടു ഹാവ്, നോക്കൂ, ടു ഹാവ് എന്നത് അവിടെ ഒരു വേർബാണ്. വേർബിൻ്റെ ബേസ് ഫോമാണ് ഹാവ്. ഇറ്റ് ഈസ് ടൈം ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ്. ടു ഹാവ്. ടു ഈറ്റ് എന്ന മീനിങ് ആണ് അവിടെയും ബേസ് ഫോം തന്നെ. വെൻ യു ആർ എബൌട്ട് ടു ഡു സംതിങ്, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നു, അപ്പോഴാണ് നമ്മളത് പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ടു ഗോ, അതായത് പോകാനുള്ള ഒരു സമയമായി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ടൈം 2 ഈസ് യൂസ്ഡ് വെൻ യു ആർ എബൌട്ട് ടു ഡു സംതിങ്. ഇനി ടൈം 4 എവിടെയാണ് ഉപയോഗിക്കുന്നത്? ടൈം 2 കഴിഞ്ഞാൽ ഒരു വേർബാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ടൈം 4 കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ഒരു വേർബല്ല, ഒരു നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. നൗൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈവൻ്റ് ആകാം, ഒരു തിങ് ആകാം, ഒരു വസ്തു ആകാം, ഒരു പ്രവൃത്തി, ഒരു ആക്ടിവിറ്റി ആകാം, ഇതൊക്കെ ആകാം. അപ്പോൾ ടൈം 4 പ്ലസ് നൗൺ ആണ് വരുന്നത്. നൗൺ പോലെ തന്നെ നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം. ടൈം ഫോർ എ സെലിബ്രേഷനുള്ള സമയമാണ്. ടൈം 2 അല്ല, ടൈം ഫോർ സെലിബ്രേഷൻ എന്ന ഒരു നൗൺ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാണ്. ബ്രേക്ക്ഫാസ്റ്റ് നൗൺ. ഇറ്റ്സ് ടൈം ഫോർ ലഞ്ചിനുള്ള സമയമാണ്. ലഞ്ച് നൗൺ. ഇറ്റ്സ് ടൈം ഫോർ എ ബ്രേക്ക്, നോക്കൂ, എ ബ്രേക്ക് എന്നതൊരു നൗണാണ്. അപ്പോൾ അവിടെയും ടൈം 4. ടൈം ഫോർ എ മാറ്റത്തിനുള്ളൊരു സമയമാണിത്. ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച് എന്ന നൗൺ. ഇനി ജെറണ്ടും നമുക്ക് ഉപയോഗിക്കാം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വേർബൽ നൗൺ, ഒരു വേർബിനോടുകൂടി ing ചേർത്ത് ഉണ്ടാക്കുന്ന നൗണിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വാക്ക് നടക്കുക, വാക്കിംഗ്. അപ്പോൾ നടത്തം എന്ന മീനിങ്ങിൽ അത് നമുക്ക് ഉപയോഗിക്കാം. സിങ് പാടുക, സിംഗിങ്, ing ചേർത്ത് സിംഗിങ് എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ഫോമായിട്ട് മാറി. പാട്ട് പാടുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണത്. റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഓടുക എന്ന ഒരു പ്രവൃത്തി, ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ing ചേർത്ത് ഉപയോഗിക്കുന്ന ജെറണ്ട് ആണെങ്കിലും നമുക്ക് നൗൺ പോലെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ടൈം 4 കഴിഞ്ഞിട്ട് ഒരു ജെറണ്ടും ഉപയോഗിക്കാം. ഇറ്റ്സ് ടൈം ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്. നോക്കൂ, ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള സമയമാണ്. ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ആ പഠിക്കുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് അവിടെ. അപ്പോൾ അതൊരു നൗണാണ്. അപ്പോൾ അതവിടെ നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ടൈം ഫോർ റിവൈസിങ് ദ ലെസൺസ്. അതും ജെറണ്ട് തന്നെയാണ്. റിവൈസ് ചെയ്യുന്ന ലെസൺസൊക്കെ റിവൈസ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നാണ്. അപ്പോൾ ആ റിവൈസ് ചെയ്യുക എന്ന ആക്ടിവിറ്റി
ടൈം ടു ആൻഡ് ടൈം ഫോർ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടൈം ടു ലീവ് ഫോർ ദ പാർട്ടി. പാർട്ടിക്ക് വേണ്ടി പുറപ്പെടാനുള്ള അല്ലെങ്കിൽ പോകാനുള്ള സമയമായി എന്നാണ്. അപ്പോൾ ടൈം ടു ലീവ് അവിടെ വേർബാണ് ഉപയോഗിച്ചത്. ഇറ്റ്സ് ടൈം ഫോർ ദ പാർട്ടി എന്ന് പറഞ്ഞാലോ ഫോർ ഉപയോഗിച്ചു. ടൈം ഫോർ ദ പാർട്ടി അവിടെ നൗൺ ഉപയോഗിച്ചു. പാർട്ടിക്ക് ഉള്ള സമയമാണ് എന്നായി. ഇറ്റ്സ് ടൈം ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇറ്റ്സ് ടൈം ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം ആണ് ഇത് എന്നാണ്. ടൈം ടു ഈറ്റ്. ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ടൈം ഫോർ ഉപയോഗിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന നൗൺ അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചു. ഇറ്റ്സ് ടൈം ബ്ലാങ്ക് ഫൺ. അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത് ആ ബ്ലാങ്ക് സ്പേസിൽ? ഇറ്റ്സ് ടൈം ഫോർ ആണോ ടു ആണോ? ഇറ്റ്സ് ടൈം ഫോർ ഫൺ. ഇറ്റ്സ് ടൈം ഫോർ ഫൺ. കാരണം ഫൺ എന്ന ഒരു നൗണാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് ഇറ്റ്സ് ടൈം ബ്ലാങ്ക് ഹാവ് ഫൺ. ഇവിടെ ഇറ്റ്സ് ടൈം ടു ഹാവ് ഫൺ എന്നാണ് വേണ്ടത്. ആസ്വദിക്കാനുള്ള സമയം. ടു ഹാവ്. ഹാവ് എന്നത് ഒരു വേർബായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേർബിൻ്റെ ബേസ് ഫോം. ഇറ്റ്സ് ടൈം ബ്ലാങ്ക് സിംഗിങ് സോങ്സ്. പാട്ട് പാടുക എന്ന ഒരു ആക്ടിവിറ്റിക്കുള്ള സമയമാണ് ഇപ്പോൾ എന്നാണ്. ഇറ്റ്സ് ടൈം ബ്ലാങ്ക് സിംഗിങ് സോങ്സ്. നോക്കുക, സിംഗിങ് എന്നാണ് ജെറണ്ടാണ് നൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. ഇറ്റ്സ് ടൈം ബ്ലാങ്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ്. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.